ഹായ് ഗൈസ്, ഞാനിന്ന് ജസ്റ്റ് UPT ടെസ്റ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ള മിക്കവർക്കും അറിയാമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. UPT എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റാണ്. അത് നമ്മുടെ പീരീഡ്സ് മിസ്സായി ഒരു 4th വീക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ചെയ്തത്. നമ്മൾ ഒബ്വിയസ്ലി നമ്മുടെ പീരീഡ്സ് മിസ്സാകുമ്പോഴായിരിക്കും നമുക്ക് അങ്ങനെ ഒരു ഡൗട്ട് വരിക. അപ്പോഴേക്കും ആക്ച്വലി പ്രഗ്നൻ്റ് ആണെങ്കിൽ അത് 4 വീക്സ് ആയിട്ടുണ്ടോ, 1 month എന്ന് പറയുന്ന 4 വീക്സ് ആണല്ലോ. അപ്പം നമ്മുടെ ഈ UPT എന്ന് പറയുന്നത് അതിലൊരു ടെസ്റ്റ് ചെയ്ത β-HCG എന്ന് പറഞ്ഞൊരു ഹോർമോണാണ്. നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ β-HCG എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ ലെവൽ കൂടുകയും അതാണ് നമ്മൾ UPT എന്ന് പറഞ്ഞ ആ ടെസ്റ്റിലൂടെ ചെയ്യുന്നത്. UPT സിമ്പിളായിട്ടുള്ള ടെസ്റ്റ്, കാർഡ് ടെസ്റ്റാണ്. അപ്പോൾ ഇതിപ്പം എൻ്റെ UPT ടെസ്റ്റ് ചെയ്തതാണ്. ഇതാണ് നമ്മുടെ ആ UPT കാർഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ യൂറിൻ എടുക്കുക. ഏർലി മോർണിംഗ് സാമ്പിളാണ് പ്രിഫറബിളായിട്ട് പറയാം. ഞാനിത് വൈകിട്ടാണ് ചെയ്തത്. പോസിറ്റീവ് ഏർലി മോർണിംഗ് ചെയ്യുന്നതാണ് നല്ലത് ഒബ്വിയസ്ലി. അപ്പം ഏർലി മോർണിംഗ് സാമ്പിൾ എടുക്കുക. എന്നിട്ട് ഈ ഭാഗത്ത് ഒരു 2 drops ഒഴിക്കുക. എന്നിട്ട് നമ്മളൊരു 2 to 5 minutes വെയിറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ കൺട്രോള് എന്തായാലും ഒരു ലൈൻ വന്നിരിക്കും. കൺട്രോള് ലൈൻ വന്നില്ലെങ്കിൽ ആ ടെസ്റ്റ് അസാധുവാവുകയാണ്. നമ്മൾ ആ കിറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. അത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ തന്നെ പറ്റില്ല. അപ്പം കൺട്രോളിൽ ഫസ്റ്റ് ഒരു വര വരും. അത് കഴിഞ്ഞ് ടെസ്റ്റിൽ വര വരുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത്. 2 to 5 minutes നോക്കുക. ആക്ച്വലി ഒരു 2 minutes ആകുമ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ തന്നെ ഒരു ലൈറ്റ് വരെ വരുള്ളൂ. എനിക്ക് ആദ്യം ഒരു ഫെയിൻ്റ് ആയിട്ടുള്ളൊരു വരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കുറേ നേരം വെച്ചപ്പോഴാണ് ഇത്രയും, ഒബ്വിയസ്ലി കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇത് ഡാർക്ക് ആയതാണ്. ഒരു ഫെയിൻ ലൈൻ ആണെങ്കിൽ തന്നെ അത് പോസിറ്റീവ് ആണെന്നാണ് അർത്ഥം. അപ്പോൾ ഈ കൺട്രോളിലും ടെസ്റ്റിലും ഇതുപോലെ വര വരുവാണെങ്കിൽ കൺഗ്രാറ്റ്സ്, നിങ്ങൾ UPT പോസിറ്റീവ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, താങ്ക് യു.